Hi all, welcome back to my channel. ഇന്ന് ഒരു സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. യൂട്യൂബിൽ വീഡിയോ ഇട്ട് ആദ്യത്തെ ഒരു 2 monthsനുള്ളിൽ തന്നെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ മോണിറ്റൈസ്ഡ് ആയത് 2 monthsനുള്ളിൽ എന്നുള്ളത്. സോ അതിന് നല്ല റെസ്പോൺസ് കിട്ടി, ഒരുപാട് ആൾക്കാർ ഹെൽപ്ഫുൾ ആയി എന്ന് പറഞ്ഞു. സോ അതൊത്തിരി സന്തോഷം. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് നമുക്ക് പേയ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, മോണിറ്റൈസേഷൻ തൊട്ട് ഈ പേയ്മെൻറ്റ് കിട്ടുന്നത് വരെയുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം ഞാൻ ഇതിനകത്തുള്ള ഓരോ പ്രോസസ്സും ഓരോ വീഡിയോ ആയിട്ടൊന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരൊറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിർത്തുകയാണ്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ആദ്യത്തെ മോണിറ്റൈസേഷൻ വീഡിയോ ആദ്യം ഒന്ന് കാണുക. അതിനുശേഷം മോണിറ്റൈസ്ഡ് ആയതിനു ശേഷം ഈ ഒരു വീഡിയോയും കൂടെ കാണുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എല്ലാവർക്കും യൂട്യൂബ് സ്റ്റുഡിയോ വേണം. യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. യൂട്യൂബ് സ്റ്റുഡിയോ എല്ലാവരും എടുക്കുക. യൂട്യൂബ് സ്റ്റുഡിയോ ഇതിപ്പോൾ എൻ്റെ വേറൊരു ചാനലാണ്. യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ടാബ് ഏൺ എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഉണ്ടാവും. ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നമുക്ക് മോണിറ്റൈസേഷൻ മെത്തേഡ്സ് ഉള്ളതെന്ന്. സോ അതാ നമുക്ക് ഇവിടെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാത്ത ഒരു റാൻഡം ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലാണ്. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ബിക്കം എ യൂട്യൂബ് പാർട്ട്ണർ. ആൻഡ് നമുക്ക് രണ്ട് തരത്തിലാണ് മോണിറ്റൈസേഷൻ ഉള്ളത്, ഹാഫ് മോണിറ്റൈസേഷനും ഫുൾ മോണിറ്റൈസേഷനും. ഹാഫ് മോണിറ്റൈസേഷനിൽ നമുക്ക് വരുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് സോ കൊടുത്തിട്ടുണ്ട് 500 സബ്സ്ക്രൈബേഴ്സും പിന്നെ നമുക്ക് 3000 വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ 3 million ഷോർട്ട് വ്യൂസ്, ഇതിലേതെങ്കിലും ഒന്ന്. ഇതാണ് നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. ഇനി ഹാഫ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ മെയിലിൽ കാണുന്ന മെമ്പർഷിപ്സ്, സൂപ്പർ ചാറ്റ്, ഷോപ്പിംഗ്, ഇത് മൂന്നും നമുക്ക് ഇനേബിൾ ആവുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഹാഫ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഫുൾ മോണിറ്റൈസേഷൻ ആണ്. ഫുൾ മോണിറ്റൈസേഷനിൽ നമുക്ക് വരുമ്പോൾ നമുക്കിവിടെ എലിജിബിലിറ്റി കാണാം. 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ 4000 വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ 10 million ഷോർട്ട് വ്യൂസ്. ഇതാണ് ഫുൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ. ഇനി ഫുൾ മോണിറ്റൈസേഷൻ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് പേജ് ആഡ്സ്. നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ ആഡ്സ് വരാൻ തുടങ്ങും. അതിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടാൻ തുടങ്ങും. അതാണ് നമുക്ക് കൂടുതലും ഏൺ ചെയ്യാൻ പറ്റുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു യൂട്യൂബിൽ നിന്ന് ഇൻകം വരുന്നതെന്ന് പറയുന്നത് ആഡ്സിന് വരുന്നതാണ്. ഇങ്ങനെ ഈ ലൈൻ കംപ്ലീറ്റ് ആയി ഇത് ഫുള്ളായതിനു ശേഷം നമുക്ക് മെയിൽ വരും. നമ്മൾ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ നമ്മൾ പാർട്ട്ണറായി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ എലിജിബിൾ ആണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വരും. അപ്പോൾ മെയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ മോണിറ്റൈസ്ഡ് ആയെന്ന് നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ മെയിൽ വരുന്നത്. മെയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഈ ഏൺ ടാബിൽ ഇങ്ങനെ ഈ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇതെല്ലാം വാനിഷ് ആയിട്ട് നമുക്ക് 3 സ്റ്റെപ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി കാണിക്കും. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് 3 സ്റ്റെപ്സ് എന്ന് പറഞ്ഞ് നമുക്ക് വരും. ഇനി നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ്. അപ്പോൾ അതിൽ കാണുന്ന പോലെ നമ്മൾ ബാക്കി സ്റ്റെപ്സ് ഇനി അങ്ങോട്ട് ചെയ്താൽ മതി. 3 സ്റ്റെപ്സിലേക്ക് പോകാം. ആദ്യത്തെ സ്റ്റെപ്പ് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ അത് ഡൺ ആവും. അടുത്തതാണ് നമ്മൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ നമ്മുടെ യൂട്യൂബിന് നമുക്ക് വരുന്ന മണി എന്ന് പറയുന്നത് ഈ ആഡ്സെൻസ് വഴിയാണ് നമുക്ക് വരുന്നത്. ആഡ്സെൻസ് അക്കൗണ്ട് എന്തായാലും വേണം. ചിലർക്ക് ആഡ്സെൻസ് അക്കൗണ്ട് നേരത്തെ ഉണ്ടാവും, വേറെ പല ആവശ്യങ്ങൾക്കും നമുക്ക് ആഡ്സെൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എളുപ്പമാണ്. അതിനകത്ത് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഓൾറെഡി ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടോ, അല്ല ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കൊടുക്കുക. പുതുതായിട്ട് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൊടുക്കുക. ഒരു അഡ്രസ്സ് നമ്മൾ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്താൽ മതി. നമ്മളെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി കാണിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് ഒരു 2-3 ഡേയ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അത്ര ടൈമൊന്നും എടുത്തില്ല. അപ്പോൾ 2-3 ഡേയ്സിനുള്ളിൽ തന്നെ അക്സെപ്റ്റ് ആയി എന്നുള്ളത് വന്നു. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി 3rd സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടാവും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവ്യൂവിൻ്റെ സ്റ്റെപ്പാണ്. അത് യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണ്, നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിവ്യൂ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ ആണെന്നുള്ളത് കാണിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓക്കെ അല്ലെങ്കിൽ ഡൺ എന്ന് വരും. അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഏൺ ടാബിൽ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഇങ്ങനെ എഴുതി കാണിക്കും യു ആർ എ പാർട്ട്ണർ എന്നുള്ള എഴുതി കാണിക്കും. ഇനി നമ്മൾ ടാബ് നോക്കുമ്പോൾ തന്നെ വാച്ച് പേജ് ആഡ്സ് ഓൺ ആക്കി ഇടുക.
അതിനുശേഷം എല്ലാ വീഡിയോസും നമ്മുടെ ഓൾറെഡി ഇപ്പോൾ കിടക്കുന്ന എല്ലാ വീഡിയോസിനും മോണിറ്റൈസേഷൻ ഇനേബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതും ഓൺ ചെയ്തിടുക. അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടൻറ്റിൻ്റെ അവിടെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസിലും അവിടെ ഒരു പച്ച കളറിലൊരു ഡോളർ സിമ്പിൾ ഉണ്ടാവും. ദാറ്റ് മീൻസ് മോണിറ്റൈസേഷൻ ഓൺ ആണ് ആ വീഡിയോയിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുവരെയുള്ള വീഡിയോസ് നമുക്ക് മോണിറ്റൈസേഷൻ ആവുന്നതിന് മുന്നേ കിട്ടിയ വ്യൂസ് വെച്ചിട്ട് നമുക്ക് പൈസ കിട്ടില്ല. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞതിന് ശേഷം ഇനി അങ്ങോട്ട് കിട്ടുന്ന വ്യൂസ് അതിന് എമൗണ്ട് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ ഇനി ഓരോ വീഡിയോസ് ഇടുന്ന സമയത്തും നമുക്ക് സെറ്റിങ്സിൽ നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതാനുള്ള ആ ഒരു സെറ്റിങ്സ് ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടാവും. അതും എപ്പോഴും ഓൺ ചെയ്തിടുക. ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതും ഓൺ ചെയ്തിടുക. ഈവൻ സ്കെഡ്യൂൾ ചെയ്തിട്ടാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ പോലും അത് ഓൺ ആക്കി ഇടാൻ വേണ്ടിയിട്ട് ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് വെരിഫിക്കേഷൻ കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിലാണ് ചെയ്യേണ്ടത്. സോ നോർമലി ഒരു $10 ഒക്കെ വരുന്ന സമയം, $10 ഒക്കെ ആവുന്ന സമയത്താണ് നമുക്ക് ഒരു മെയിൽ വരും, നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വരും. അപ്പോൾ എല്ലാവർക്കും $10 ആണെന്ന് തോന്നുന്നു. എനിക്ക് ഏകദേശം $10 ഒക്കെ ആയ സമയത്താണ് എനിക്ക് വന്നത്. വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, പിന്നെ വോട്ടർ ID, ഈ 4 കാർഡ്സാണ് നമുക്ക് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആധാർ ഇല്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ലോണം സ്കാൻ ചെയ്ത് പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഞാൻ പറയാം. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ എല്ലാ കാർഡ്സും ഞാൻ വീട്ടിൽ വെച്ച് ഞാൻ റൂമിലിരുന്ന് ഫോട്ടോ എടുത്തപ്പോഴും അല്ല പുറത്ത് വെയിലത്ത് നിന്ന് ഫോട്ടോ എടുത്തപ്പോഴും സ്കാൻ ചെയ്ത് നമ്മൾ ഈ ക്ലിയർ സ്കാനർ, PDF സ്കാനറൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ വെച്ച് സ്കാൻ ചെയ്തെടുത്തിട്ടും ഒന്നും എനിക്ക് ശരിയാവുന്നുണ്ടായിരുന്നില്ല. കുറേ പ്രാവശ്യം, ഞാനൊരു 5-6 പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്ത് നോക്കി, ഒരു കാർഡ്സും എനിക്ക് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. എന്ത് അപ്ലോഡ് ചെയ്താലും ക്ലിയർ അല്ല, ഇമേജ് ക്ലിയർ അല്ല, ഫോട്ടോ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എറർ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഫേയിൽ പോയിട്ട് അത് സ്കാൻ ചെയ്ത് അങ്ങനെയാണ് ആ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തത്. അങ്ങനെ അപ്ലോഡ് ചെയ്തപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് വന്നത്. ഇത് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞു. ഞാനത് അപ്ലോഡ് ചെയ്തു, ഓക്കെ ആയി. വിത്തിൻ ഒരു 2 minutes എനിക്ക് വെരിഫൈ ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു. ആ ഡാഷ്ബോർഡിൽ അങ്ങനെ തന്നെ എഴുതി കാണിക്കും വെരിഫൈ ആയി എന്നുള്ളത്. അതിനുശേഷം അപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് പിൻ വെരിഫിക്കേഷനാണ്. പിൻ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ അഡ്രസ് വെരിഫിക്കേഷൻ. നമ്മുടെ അഡ്രസ്സിലേക്ക് ഒരു പിൻ വരും. അപ്പോൾ അത് പിൻ വരാനായിട്ട് ഒരു സമയം എടുക്കും. മാക്സിമം 2 weeks എന്നാണ് പറയുന്നത്. എനിക്ക് 1 weekലായപ്പോഴാണ് വന്നത്. കറക്റ്റ് 7 days ആയപ്പോഴാണ് എനിക്ക് വീട്ടിലേക്ക് ഒരു പിൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിൻ വരാൻ വേണ്ടി നമ്മൾ അഡ്രസ്സ് കൊടുക്കണം. ഈ പിന്ന് നമ്മൾ ഇതേപോലെ എടുത്ത് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതും വിത്തിൻ ഒരു 5-10 minutes അതും റിവ്യൂ ചെയ്ത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വെരിഫിക്കേഷനും കഴിഞ്ഞാൽ അടുത്ത നമ്മൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസാണ്. അത് ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും അടുത്ത് എന്താണ് ചെയ്യാനുള്ളതെന്ന്. സോ നമ്മൾ തപ്പി പിടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, സ്ക്രീനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. IFSC കോഡ്, അക്കൗണ്ട് നമ്പർ എല്ലാം കൊടുക്കണം. പിന്നെ ഇതിനകത്ത് നമുക്ക് സ്വിഫ്റ്റ് കോഡ് എന്ന് പറഞ്ഞിട്ടൊരു കോഡ്, സ്വിഫ്റ്റ് BIC എന്നുള്ളത്, അത് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അത് നമ്മൾ ബാങ്കിൽ പോയിട്ട് നമ്മൾ ചെന്ന് അന്വേഷിച്ചാൽ നമുക്ക് ആ കോഡ് കിട്ടും. അതും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇല്ല. ഞാൻ എന്തായാലും അത് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ US സിറ്റിസൺ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ നോ എന്നൊക്കെ കൊടുത്താൽ മതി. എല്ലാം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ടിൻ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ നമുക്ക് ചോദിക്കും. അപ്പോൾ ആ ടിൻ നമ്പറിൻ്റെ അവിടെ നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ പാൻ നമ്പർ കൊടുത്താൽ മതി, പാനിൻ്റെ നമ്പർ കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കുറച്ച് കാര്യങ്ങളിലൂടെ നമ്മുടെ ഈ കോപ്പിറൈറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഒന്ന് നോക്കാനുണ്ട്. എത്ര % അവർക്ക് ഗൂഗിൾ ആഡ്സിന് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എനിക്ക് ഒരുപാട് ടെക്നിക്കലായിട്ട് പറയാനുള്ളത് അറിയില്ല. ഞാനും പല യൂട്യൂബ് വീഡിയോസ് കുറേ റെഫർ ചെയ്തിട്ട് തന്നെയാണ് അത് ചെയ്തത്. സോ അതിൽ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, സ്ക്രീൻ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ നിങ്ങളങ്ങ് ചെയ്താൽ മതി. ഹായ്. അപ്പോൾ പകുതി പാർട്ട് ഞാൻ വേറൊരു ദിവസമാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ചേഞ്ചസ്. ഇനി കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം, എത്രയാണ് പേയ്മെൻറ്റ് വന്നതെന്നുള്ളത്. ആക്ച്വലി എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിടുന്നത് മാർച്ചിലാണ്, മാർച്ച് 2025 എനിക്ക് മോണിറ്റൈസേഷൻ ആയത് സെപ്റ്റംബർ 2024 മോണിറ്റൈസേഷൻ ആയത്.
അപ്പോൾ എന്നിട്ട് $100 ആകുമ്പോഴാണല്ലോ നമുക്ക് പേ ഔട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ $100 ആയപ്പോൾ ഒരു ഒക്ടോബർ ലാസ്റ്റൊക്കെ ആയി $100 കഴിഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് മന്തിൽ കിട്ടിയ പേയ്മെൻറ്റ്, ഫസ്റ്റ് ടൈം കിട്ടിയ പേയ്മെൻറ്റ് എത്രയാണെന്ന് പറയാം. എനിക്കൊരു അറൗണ്ട് ഒരു 11,000 ആണ് വന്നത്. പിന്നെ ഞാൻ മോണിറ്റൈസേഷൻ ആയ സമയത്ത് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം എന്നുള്ള രീതിയിൽ ഈ ഒരു പോസ്റ്റായിരുന്നു ഇത്. ആക്ച്വലി ഞാൻ 4 മാസം മുന്നെയാണ് ഇട്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ കുറേ ആൾക്കാർ കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് ആ ഫസ്റ്റ് മുതലേ എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഒരു ഗുഡ് ക്വാളിറ്റി ഓഡിയൻസ് എനിക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റി. നല്ലോണം സപ്പോർട്ടീവായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഐ എം വെരി താങ്ക്ഫുൾ ടു യു ഗൈസ്. ചില ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ലൈഫ് ക്യാപ്ചേർഡ് ബൈ അഷിക ചോദിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റ്സ് അശ്വതി. താങ്ക് യു അഷിക. ന്യൂ യൂട്യൂബേഴ്സിന് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂട്ടാം? ലോങ് വീഡിയോസ് ഓർ ഷോർട്ട് ചെയ്താലാണോ? അതിൻ്റെ റിപ്ലൈ ഞാൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. പുതിയ വ്യൂവേഴ്സ്, പുതിയ സബ്സ്ക്രൈബേഴ്സ് എന്നല്ല, പുതിയ വ്യൂവേഴ്സ് കൂടുതൽ ആൾക്കാരിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഷോർട്സ് ആണ് നല്ലത്. പിന്നീട് അവരത് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ലോങ് വീഡിയോസ് കാണുകയാണെങ്കിൽ നല്ല കാര്യം. സോ പെട്ടെന്ന് റീച്ച് വേണം, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷോർട്സ് ആണ് കൂടുതൽ നല്ലത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിഷബി KP ആണെന്ന് തോന്നുന്നു. 9512 കുറച്ച് ക്വസ്റ്റ്യൻസ് 4 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം. മോണിറ്റൈസേഷൻ പ്രൊസീജിയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തൊട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ ചേച്ചി? പിൻ വെരിഫിക്കേഷൻ, ഐഡൻറ്റിഫിക്കൽ വെരിഫിക്കേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് യൂട്യൂബ് ചാനൽ മാത്രമാണുള്ളത്. ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഏതാണ് ചേച്ചി ഏൺ ചെയ്യാൻ കുറച്ചുകൂടെ നല്ലത് ഇൻക്ലൂഡിങ് പ്രൊമോഷൻസ്? ഏൺ ചെയ്യാൻ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ നമുക്ക് ആഡ്സ് നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും. അതായത് യൂട്യൂബിൽ വ്യൂസ് കയറുമ്പോൾ നമുക്ക് ആഡ്സിലൂടെ കിട്ടുന്ന ഒരു മണി ഉണ്ടാവും. പിന്നെ അതുപോലെ പ്രൊമോഷൻസ് ഉണ്ടാവും. ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റഗ്രാം എന്നുള്ള ആപ്പ് നമുക്ക് പൈസ തരുന്നില്ല. അവിടെ പ്രൊമോഷൻസ് മാത്രമേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി യൂട്യൂബിൽ അത്യാവശ്യം കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ, യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു. സോ യൂട്യൂബിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഇൻസ്റ്റഗ്രാമിൽ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് അത് ഇപ്പോൾ പ്രൊമോഷൻ വരുന്ന സമയത്ത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും കൂടെ ചേർത്ത് നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. അപ്പോഴാണെങ്കിൽ രണ്ടും കൂടെ ഇൻസ്റ്റഗ്രാമും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. തേർഡ് ക്വസ്റ്റ്യൻ, ഞാനൊരു പ്രൊഫഷണൽ കോഴ്സാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് മാറി സോഷ്യൽ മീഡിയ കരിയർ ബിൽഡ് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഒന്ന് പറയൂ ചേച്ചി. സോഷ്യൽ മീഡിയ കരിയർ എന്ന് പറഞ്ഞാൽ ഐ അസ്യൂം ദറ്റ് സോഷ്യൽ മീഡിയ കരിയർ എന്നുകൊണ്ട് ഈ കുട്ടി ഉദ്ദേശിച്ചത് മേ ബി കോണ്ടൻറ്റ് ക്രിയേഷൻ ആയിരിക്കാം, യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കോഴ്സ് ഡിച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ജോബ് ഉണ്ടെങ്കിൽ അത് ഡിച്ച് ചെയ്തിട്ട് ഇതിലേക്ക് വരുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. സോ കോണ്ടൻറ്റ് ക്രിയേഷൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും വലിയൊരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിളാണ്. നമുക്ക് എല്ലാ പ്രാവശ്യവും എല്ലാ മാസവും നമുക്ക് പ്രോപ്പറായിട്ട് ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പിന്നെ ഇറ്റ് ടേക്സ് ടൈം, കുറച്ച് അത്യാവശ്യം ടൈം എടുക്കും നല്ലോണം ഏൺ ചെയ്യാനായിട്ടാണെങ്കിലും എല്ലാം. പിന്നെ സോഷ്യൽ മീഡിയേൻ്റെ കുറച്ച് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ കൈൻഡ് ഓഫ് അങ്ങനത്തെ വീഡിയോസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ലൈഫ് നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇറ്റ് ടേക്സ് ടൈം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മെറിറ്റ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വൺസ് യു എസ്റ്റാബ്ലിഷ് യുവർ സെൽഫ് പിന്നെ കുറച്ചും കൂടെ സിമ്പിളാണ്, അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ഏണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതെല്ലാം യൂട്യൂബിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്, യൂട്യൂബ് കോണ്ടൻറ്റ് ക്രിയേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് നമ്മൾ അങ്ങനത്തെ വീഡിയോ ആയതുകൊണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ചോ ഒന്നും അല്ല പറയുന്നത്. പേഴ്സണൽ ബ്രാൻഡിങ് ഈസ് അനദർ ഗെയിം. അതുകൊണ്ട് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേച്ചി ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഞാൻ ഫൈനൽ ഇയർ ആണ്. നെക്സ്റ്റ് ഇയർ ഇൻറ്റേൺഷിപ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് സോഷ്യൽ മീഡിയ കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. ചേച്ചി എത്ര ഇയർ എടുത്താൽ ഇതൊക്കെ ബിൽഡ് ചെയ്തെടുത്തേ? യെസ്, പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എലോങ് വിത്ത് ദാറ്റ് ട്രൈ ചെയ്യൂ. അതാണ് ഏറ്റവും നല്ലത്. ചേച്ചി എത്ര ഇയർ എടുത്താൽ ഇതൊക്കെ ബിൽഡ് ചെയ്തെടുത്തത്? ഞാൻ കോണ്ടൻറ്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 ഇയർ ആവുന്നു.
ഒരു 1 ഇയർ കഴിഞ്ഞു എന്ന് തോന്നുന്നു. കഴിഞ്ഞ കൊല്ലം ജാനുവരിയിൽ എന്തോ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വീഡിയോ എടുക്കാനും വീഡിയോ ഇടാനായിട്ടൊക്കെ. ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, പിന്നെയാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നത്. ലിങ്ക്ഡിനൊക്കെ അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യെസ്, വീഡിയോ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 1 കൊല്ലം എടുത്തു. പിന്നെ ഞാൻ 1 കൊല്ലം ഫുള്ളും വീഡിയോ കോണ്ടൻറ്റിൽ അത്ര കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. ഇടയ്ക്ക് ഒരു 2-3 ബ്രേക്സ് ഒക്കെ വന്നു ഇൻസ്റ്റഗ്രാമിൽ. യൂട്യൂബിലാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ മെല്ലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്കൊന്ന് ജൂൺ ജൂലൈയിൽ എന്തോ ആണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ യൂട്യൂബിലാണെങ്കിലും ഒരു 2 മാസത്തെ ബ്രേക്കപ്പ്, ലാസ്റ്റ് 2 മാസം വന്നു. അടുത്ത ക്വസ്റ്റ്യൻ സ്നേഹ ജിസി ചോദിച്ചിട്ടുണ്ട്, എന്താണിടാ ഈ മോണിറ്റൈസേഷൻ? ഞാനൊരു BTech 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. കമ്പ്യൂട്ടറിന് മുന്നിൽ കുത്തിയിരിക്കാൻ വയ്യ. ഐ ലൈക്ക് ടു ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ ആൻഡ് ഹാവ് ലീഡർഷിപ്പ് വില്ലിങ്നെസ്. സോ സജസ്റ്റ് സം ടിപ്സ്. റിയലി ടെൻസ്ഡ് ആണ് ഫ്യൂച്ചർ ഓർത്ത്. ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് യു നോ യുവർ സ്കിൽസ്, എവിടെയാണ് കൂടുതൽ എക്സൽ ചെയ്ത് നിൽക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയാമല്ലോ, വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ്. പിന്നെ മോണിറ്റൈസേഷൻ എന്താണെന്നുള്ളത് ഈ വീഡിയോ ഫുൾ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. യെസ്, യു ലൈക്ക് ടു ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ജോബ് കൂടുതലും എടുക്കുന്നതായിരിക്കും നല്ലത്. അത് ജോബാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും, ഇപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യാനാണെങ്കിലും, അങ്ങനെ കുറച്ചും കൂടെ ആൾക്കാർ ചുറ്റിനുള്ള ഒരു സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ജോബ് അങ്ങനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള ജോബ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് വായിക്കുക, ഒരുപാട് റിസർച്ച് ചെയ്യുക. വെറുതെ വായിക്കുന്നതല്ല, റിസർച്ചിൻ്റെ പേർപ്പസിന് ആയിട്ട് വായിക്കുക. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാക്സിമം വീഡിയോസ് ഒരുപാട് കാണുക, ഒരുപാട് റിസർച്ച് ചെയ്യുക ബേസിക്കലി. അപ്പോൾ കുറേയൊക്കെ നമുക്കൊരു ഐഡിയ വരും. അതാണ് എനിക്ക് ടിപ്പായിട്ട് പറയാനുള്ളത്. സോ അതുൽ കൃഷ്ണൻ 7446 ചോദിച്ചിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ചാനൽ മോണിറ്റൈസ് ആയാൽ എങ്ങനെ അറിയും? മോണിറ്റൈസ് ആയാൽ ഞാനത് ഓൾറെഡി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മോണിറ്റൈസ് ആയാൽ നമുക്ക് മെയിൽ വരും. യു ആർ എലിജിബിൾ ഫോർ ദി യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വരും. അപ്പോൾ മെയിൽ ചെക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഇതിനകത്തും കാണും, യൂട്യൂബ് സ്റ്റുഡിയോയിലും നമുക്ക് ആ ഒരു ലൈൻ ഫില്ലാവുമ്പോഴാണല്ലോ നമുക്ക് എലിജിബിൾ ആവുന്നത്. അപ്പോൾ അവിടെയും എഴുതി കാണിക്കും. അറിഞ്ഞ ശേഷം എന്തൊക്കെ ചെയ്യാം? ഓക്കെ, അതാണ് ഈ വീഡിയോയിൽ ഫുൾ ഉള്ളത്. വിഡ്രോ ഒക്കെ എങ്ങനെ അക്കൗണ്ടിൽ വരും? പേ ഔട്ട് ഡ്യൂറേഷൻ 1 മന്ത് ആണ്. എമൗണ്ട് USD-യിലാണോ ഓർ ഇന്ത്യൻ റുപ്പി? കൺഗ്രാറ്റ്സ്, താങ്ക് യു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. റിലാക്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.